കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കണം എന്ന് വിചാരിക്കുന്നത്. ഇപ്പോഴും ഫിനിഷ് ആവുമെന്ന് അറിയാൻ പാടില്ലാതെ തന്നെയാണ് ഞാൻ ചെയ്യണത് കേട്ടോ. കാരണം സാറ്റർഡേ സൺഡേ ഒക്കെ നമ്മൾ നോക്കുമ്പോൾ കുട്ടികളുണ്ടാവും, എല്ലാം കൂടി നല്ല ബഹളമായിരിക്കും. അപ്പോൾ നമുക്കതങ്ങനെ ചെയ്യാൻ പറ്റില്ല. പിന്നെ നോർമൽ ഡേയ്സിലാണെങ്കിൽ നമുക്ക് വീട്ടിൽ പണികളുണ്ടാവും അല്ലേ. ഇപ്പോൾ പാടില്ലാത്ത അമ്മയോ അച്ഛനോ കുട്ടികളൊക്കെ ഉള്ള ആളുകൾക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അല്ലാത്ത ആളുകൾക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നമ്മൾ എന്ത് വിചാരിച്ചാലും നടക്കാത്തൊരവസ്ഥ അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അതേ അങ്ങനെ ഞാൻ കുഞ്ഞുവാവ് ഉറങ്ങുന്ന സമയത്ത് ഇതങ്ങോട്ട് ചെയ്തേക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അതേ എൻ്റെ അപ്പുറത്തെ കയ്യിലാണ് കേട്ടോ ഞാൻ ക്യാമറ പിടിച്ചേക്കുന്നത്. അതായത് എൻ്റെ ഫോൺ തന്നെയാണ് എൻ്റെ ക്യാമറ. അപ്പോൾ അതേ നമ്മൾ ഇതിങ്ങനെ എല്ലാവരും പറയല്ലേ, നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം കണ്ടെത്തണം. ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഉള്ള ആൾക്കാർക്ക് അങ്ങനെ കുറേ നമ്മളെക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ വീട്ടിലുള്ള ആളുകൾക്ക് ഒക്കെയാണ് കൊടുക്കുക. പക്ഷെ ശരിക്കും നമുക്ക് വേണ്ടിയിട്ടൊരു സമയം കണ്ടെത്തുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തൊരു സാറ്റിസ്ഫാക്ഷനും കിട്ടും. നമുക്കൊരു വല്ലാത്തൊരു നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തു എന്ന ഒരു തോന്നലും വരും കേട്ടോ. അപ്പം നമ്മൾ ഒറ്റയ്ക്കായിട്ട് ട്രിപ്പ് പോവുക, അങ്ങനെ കുറേ കാര്യങ്ങൾ ഒറ്റയ്ക്കായിട്ട് പോവുക. നമുക്ക് തന്നെ നമുക്ക് വീട്ടിൽ ഓരോരുത്തർക്കും ഉണ്ടാക്കി കൊടുക്കുന്നതിലുപരി നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും നമ്മൾ ഒരു ദിവസം ഒരു നേരം വല്ലപ്പോഴുമെങ്കിലും ഡെയിലി നമുക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ഒരു നല്ല കാര്യമാണ് കേട്ടോ. അങ്ങനെ പറ്റാത്തവർ ഒരുപാട് പേരുണ്ട്, ഞാൻ ഉൾപ്പെടെ എന്ന് പറയാൻ പറ്റും. ഒരുപാട് സ്ത്രീകളുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ സ്ത്രീകൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കൂടുതൽ. ഇപ്പോൾ നമ്മളൊരു ജോലിക്ക് പോകണമെങ്കിൽ നമുക്ക് കുറേ ഏണിങ്സൊക്കെ ഉണ്ടാവും. നമ്മളൊരു ജോലിക്ക് പോകണമെങ്കിൽ നമുക്ക് ഏണിങ്സ് ഉണ്ടാകും. ഏണിങ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ജോലിക്ക് എന്ന് വെച്ചാൽ ഏണിങ്സ് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ. പക്ഷെ നമുക്ക് സ്ത്രീകൾ ജോലിക്ക് പോകുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് കുറച്ച് സ്പെൻഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ അച്ഛനമ്മമാർ നമ്മളെ പഠിപ്പിച്ച് വലുതാക്കിയ അച്ഛനമ്മമാർക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ഉണ്ടല്ലോ, അതൊരു സ്വർഗ്ഗം തന്നെയാണ് കേട്ടോ. അതെല്ലാ സ്ത്രീകൾക്കും പറ്റണം എന്നില്ല. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, നമ്മൾ മാത്രം എക്സ്പീരിയൻസ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ. അപ്പം ഞാനിത് ഇതിൻ്റെ കൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അതെ ഞാനൊരു 5 എണ്ണം ഉണ്ട് എൻ്റെ ഫൈനൽ ലുക്ക് ഇപ്പോൾ ഇടാനുള്ള കേട്ടോ. ഇപ്പം പറ്റില്ല, ഞാനിത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വാവി നീറ്റു കേട്ടോ. അത് മാത്രമല്ല നമുക്കിത് ഉണങ്ങിയിട്ടൊക്കെ വന്നിട്ട് ഫൈനൽ ലുക്ക് കാണിക്കാം. ഓക്കെ, ബൈ ബൈ, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.